ഈ സായാഹ്ന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്നതായ 4 വിദ്യാർത്ഥികൾ ഒരു ദിവസം അവർ രാവിലെ ക്ലാസ്സിൽ വന്നില്ല. ഉച്ച കഴിഞ്ഞുള്ളതായ സമയത്ത് ഇവർ ക്ലാസ്സിൽ കയറി, 4 പേരും ക്ലാസ്സിൽ കയറി. ടീച്ചർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ രാവിലെ ക്ലാസ്സിലേക്ക് വരാതിരുന്നത്? ഉടനെ അവർ ഓരോരുത്തരായിട്ട് പറഞ്ഞു, ഞങ്ങൾ യാത്ര ചെയ്തതായ ഞങ്ങളുടെ കാറ് ടയർ പഞ്ചറായി പോയി, അതുകൊണ്ടാണ് ടീച്ചറെ ഞങ്ങൾക്ക് വരാൻ കഴിയാതിരുന്നത്. ടീച്ചർ അവരെ ക്ലാസ്സിൽ കയറ്റിയിരുത്തി. ടീച്ചർ പറഞ്ഞു, ഇന്ന് രാവിലെ ക്ലാസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ആ ക്ലാസ് ടെസ്റ്റ് നിങ്ങൾക്ക് നഷ്ടമായി. എന്നാൽ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ആ പരീക്ഷ ഇടാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് എല്ലാവരും, നിങ്ങൾ 4 പേരും പേപ്പറും പെന്നും എടുത്ത് മുന്നോട്ട് കടന്നു വരാൻ പറഞ്ഞു. ഉടനെ വിദ്യാർത്ഥികൾ പേപ്പർ എടുത്തു, പെന്നെടുത്ു, അങ്ങനെ ടീച്ചറുടെ അടുക്കലേക്ക് കടന്നു വന്നു. ടീച്ചർ ഇവരെ ക്ലാസിന്റെ 4 മൂലയ്ക്കായിട്ട് ഇവരെ ഇരുത്തി. എന്നിട്ട് ടീച്ചർ ക്വസ്റ്റ്യൻ ഓരോന്നായിട്ട് പറഞ്ഞു കൊടുത്തു. അവർ ക്വസ്റ്റ്യൻ ആൻസർ പേപ്പറിന്റെ അവരെഴുതി. അതിൽ ഒരു ക്വസ്റ്റ്യൻ അധികമായിട്ടുണ്ടായിരുന്നു. അതിതായിരുന്നു, നിങ്ങൾ യാത്ര ചെയ്തതായ കാറിന്റെ ഏത് ടയറാണ് പഞ്ചറായത്? ഈ ക്വസ്റ്റ്യൻ ഇവർ വായിച്ചു കഴിഞ്ഞപ്പോ ഇവർക്ക് 4 പേരും പരിങ്ങുന്നതായിട്ട് ടീച്ചർ കണ്ടു. അവരുടെ മുഖമെല്ലാം വിവരണമായി. പറഞ്ഞാൽ ഇവർ ഒരു ധാരണയില്ലായിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോൾ തന്നെ ടീച്ചറുടെ മനസ്സിലായി, ഇവർ വ്യാജമാണ് സംസാരിച്ചത്. കാരണം സത്യസന്ധമായുള്ളതായ സംസാരമായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഇങ്ങനെ പരിങ്ങേണ്ട ആവശ്യം വരികയില്ല. മാത്രമല്ല, അവരുടെ മുഖം വിവരണമാകേണ്ട സ്ഥിതിയും ഉണ്ടാവുമായിരുന്നില്ല. പരീക്ഷ എഴുതി കഴിഞ്ഞു. ഈ ആൻസർ പേപ്പർ ടീച്ചറിനെ ഏൽപ്പിച്ചു. ടീച്ചർ ഈ ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ അതിനകത്ത് 4 പേരും 4 രീതിയിലുള്ളതായ ആൻസറാണ് അവസാനത്തെ ക്വസ്റ്റിന് ചെയ്തിരിക്കുന്നത്. ഒരാൾ എഴുതി, കാറിന്റെ മുൻഭാഗത്തെ വലതുഭാഗത്തെ ടയറാണ് പഞ്ചറായത്. മറ്റൊരാൾ എഴുതി, മുൻഭാഗത്തെ ഇടതുഭാഗത്തെ ടയറാണ് പഞ്ചറായത്. മറ്റൊരാൾ എഴുതി, കാറിന്റെ പിൻഭാഗത്തെ വലതുഭാഗത്തെ ടയറാണ് പഞ്ചറായത്. മറ്റേയാൾ എഴുതി, കാറിന്റെ പിറകില് ഇടതു സൈഡിലെ ടയറാണ് പഞ്ചറായത്. എന്ന് പറഞ്ഞാൽ 4 പേര് 4 വിധത്തിലുള്ളതായ ആൻസറാണ് ആ ക്വസ്റ്റ്യൻ ചെയ്തത്. ഈ ആൻസർ പേപ്പർ കണ്ടു കഴിഞ്ഞപ്പോൾ ടീച്ചറുടെ മനസ്സിലായി, ഈ കുട്ടികൾ വ്യാജമാണ് സംസാരിച്ചത്. ഞാൻ നിങ്ങളുടെ കാര്യം പറയാം, വ്യാജത്തിന് നിലനിൽപ്പില്ല. വ്യാജം കാണിച്ചാൽ, നുണ പറഞ്ഞാൽ, സത്യസന്ധമല്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടാൽ നമ്മുടെ മുഖഭാവം തന്നെ അത് വിളിച്ചു പറയും. എന്നെങ്കിലും നാം അതിന്റെ മുന്നിൽ പിടിക്കപ്പെടുവാനിടയാവും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, പ്രിയ മാതാവേ, പിതാവേ, പ്രിയ കുഞ്ഞെ, ഒരിക്കലും വ്യാജം സംസാരിക്കരുത്, നുണ പറയരുത്. അധ്യാപകരോടാകട്ടെ, വീട്ടിൽ മാതാപിതാക്കളോടാകട്ടെ, അല്ലെങ്കിൽ ചർച്ചിൽ വൈദികനോടാകട്ടെ, ആരോടും നുണ പറയരുത്. സത്യസന്ധമായിട്ടുള്ള ജീവിതമാണ് ദൈവവും ആഗ്രഹിക്കുന്നത്. ആദ്യ നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭയിൽ നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 5-ാം അധ്യായത്തിലാണ് ആ സംഭവം വിവരിച്ചിരിക്കുന്നത്. ആരംഭ നാളിൽ ക്രൈസ്തവ മാർഗത്തിലേക്ക് വന്നതായ സകല വ്യക്തികളും ഏക മനസ്സും ഏക ഹൃദയവും ഉള്ളവരായിരുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതായ ഒരു വലിയ കൂട്ടം ജനമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിലെ ക്രിസ്തീയ വിശ്വാസികൾ. അവരെല്ലാവരും കിട്ടുന്നത് ഒക്കെ അവർ കൊണ്ടുവന്നിട്ട് അപ്പോസ്തലന്മാരെ കാൽക്കൽ വയ്ക്കും. അപ്പോസ്തലന്മാർ അത് എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കും. കൊണ്ടുവരണം നിർബന്ധമില്ല. താല്പര്യമുള്ളവർക്ക് അവരുടെ വസ്തുവകൾ വിറ്റിട്ടോ മറ്റേതെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരാം. അത് എല്ലാവർക്കും ഒരുപോലെ ഷെയർ ചെയ്യും. ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെ ഒരുപോലെ ഷെയർ ചെയ്യും. അതായിരുന്നു ആരംഭകാലങ്ങളിലെ ക്രൈസ്തവ സഭയുടെ നടത്തിപ്പ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ അനന്യാസും സഫീറ എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ അവർക്ക് തോന്നി,
ഇത് വളരെ നല്ലൊരു സമ്പ്രദായമാണ്. അതുകൊണ്ട് അദ്ദേഹവും ചിന്തിച്ചു, എന്റെ വസ്തുവക വിറ്റ് ഞാൻ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവയ്ക്കും. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവനുള്ളതായ നിലത്തിലെ ഒരു നിലം വിറ്റു. അപ്പൊ പല സ്ഥലമുണ്ട്, പല നിലങ്ങളുണ്ട്. അതിൽ ഒരു നിലം വിറ്റ് അതിൽ ഭാര്യയുടെ അറിവോടെ അവൻ കുറെ ഭാഗമെടുത്ത് മാറ്റിവെച്ചു. എന്നിട്ട് ഇത്രയ്ക്കേ വിറ്റുള്ളൂ എന്നുള്ള വ്യാജ മനോഭാവത്തോടെ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ ഇത് കൊണ്ടുവച്ചു. അപ്പോൾ പത്രോസ്, ഇവര് വിചാരിച്ചത് പത്രോസിനോടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, മനുഷ്യനോടാണ് ഞങ്ങളെ വ്യാജം കാണിക്കുന്നത്, അതുകൊണ്ട് ഒന്നും സംഭവിക്കാമെന്നാണ് വിചാരിച്ചത്. അവിടെ പ്രവർത്തന പുസ്തകം 2-ാം അധ്യായം 44-45 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആദ്യകാലത്തെ വിശ്വാസികളെ കുറിച്ച് പറയുന്നത് എല്ലാവരും ഒരുമിച്ചിരുന്നു, സകലവും പൊതുവകയെന്നെണ്ണി. എന്നിട്ട് താഴെ പറയുന്നത് ഇങ്ങനെയാണ്: വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമായിരുന്നു. തനിക്കുള്ളതൊന്നും തങ്ങൾക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. അത് സന്തോഷത്തോടെ അവർ കഴിയുമ്പോൾ, സന്തോഷത്തോടെ എല്ലാം പങ്കിട്ട് എല്ലാം സന്തോഷത്തോടെ കഴിയുന്ന വേളയിലാണ് ഈ ഒരു കുടുംബം വ്യാജം കാണിക്കുന്നത്. അവന്റെ ഒരു നിലം വിറ്റിട്ട് ഭാര്യയുടെ അറിവോടെ ഒരു വലിയ ഭാഗം എടുത്ത് മാറ്റിവെച്ചു. എന്നിട്ട് ഇത്ര തന്നെ വിറ്റുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോസ്തലൻ വെച്ചു. അപ്പോസ്തലൻ ചോദിച്ചു, അനന്യാസ്, ഇത് വിൽക്കുന്നതിന് മുമ്പ് നിന്റേതായിരുന്നു, വിറ്റ് കഴിഞ്ഞ് നിന്റേതാണ്. നീ വ്യാജമനോഭാവം കാണിക്കണ്ടായിരുന്നു. നീ ഒരു കണക്കിന് നീ വിൽക്കണ്ടായിരുന്നു. അല്ലെങ്കിൽ വിറ്റാൽ തന്നെ അത് നിനക്ക് സ്വന്തം എടുക്കാമായിരുന്നു. എന്നാൽ ഇത്രയേ ഉള്ളൂ എന്നുള്ളതായ ഈ വ്യാജവുമായിട്ട് വന്നതുകൊണ്ട് നീ മനുഷ്യനോടല്ല പാപം ചെയ്തത്, പരിശുദ്ധാത്മാവോടാണ് പാപം ചെയ്തത്. ഇവിടെ കാണുന്നത് ഇങ്ങനെയാണ്: അനന്യാസ് സഫീറ ഒരു നിലം വിറ്റു, ഭാര്യയുടെ അറിവോടെ കുറെ എടുത്ത് മാറ്റിവെച്ചു. അതിനാൽ 5-ന്റെ 3-ാം വാക്യത്തിൽ പത്രോസ് പറയാണ്, നീ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചത്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ കാര്യമുണ്ട്: സകല പാപവും ദൂഷണവും ക്ഷമിക്കും, പക്ഷെ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ക്ഷമിക്കുകയില്ല. ദൈവസഭ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് ദൈവസഭയിൽ നടക്കുന്നത്. തിരുവചനം പറയുന്നു, നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നീ അറിയുന്നില്ലേ? മാത്രമല്ല, ആദ്യ നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവിന്റെ അത്യന്തമായിട്ടുള്ള വ്യാപാരമാണ് സഭയ്ക്കൊക്കെ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ ഈ വ്യാജ മനോഭാവം കാണിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, അനനിയാസും സഫീറയും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനിടയായി. അവർ മരണപ്പെട്ടുപോയി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, മനഃപൂർവ്വം ചെയ്യുന്ന പാപം അത് ദൈവത്തിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ്. പരിശുദ്ധാത്മാവിനെതിരുള്ളതായ പാപം. പത്രോസ് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിലെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? മനഃപൂർവ്വം ചെയ്യുന്നതും പരിശുദ്ധാത്മാവിനെതിരെയുള്ള ക്ഷമിക്കപ്പെടാത്ത പാപമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. പാപക്ഷമ കിട്ടുകയില്ല എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അന്യാസും സഫീറയും ഈ വ്യാജ മനോഭാവം കാണിച്ചതുകൊണ്ട് അവർക്ക് അക്ഷമ കിട്ടിയില്ല. രണ്ടുപേരും മരണപ്പെടുവാനിടയായി. ഇങ്ങനെയുള്ളതായ മനോഭാവം നമുക്ക് പാടില്ല. എന്ന് പറഞ്ഞാൽ വ്യാജ മനോഭാവം നമ്മൾ എവിടെയും ഒരു കാലത്തും ഒരു സ്ഥലത്തും നാം ചെയ്തുകൂടാ, ചെയ്യുവാൻ പാടില്ല. അതിന് ശിക്ഷയുണ്ട്. അതുകൊണ്ട് നമുക്കതിനെ ഒഴിഞ്ഞു നിൽക്കാം. ഞാനൊരു വാക്ക് നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, നല്ല സമയത്തിനായ സ്തോത്രം. കർത്താവേ, ഇതീ കൂടിയിരിക്കുന്നതായ പ്രിയപ്പെട്ടവൻ ഞങ്ങൾ ഓർക്കുകയാണ്. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുകയാണ്. ഏതെങ്കിലും വിധത്തിൽ
വ്യാജ മനോഭാവം ഉണ്ടായിട്ടുള്ളവർ ക്ഷമിക്കണമേ. അവരെ നല്ല വഴിയിൽ നടത്തുമാറാകണമേ. അവരുടെ വാക്കുകൾ എന്നും ഇല്ല എന്നും മാത്രമായിരിക്കാൻ ഇടയാക്കണമേ എന്നതിൽ പ്രാർത്ഥിക്കും. വ്യാജ മനോഭാവം അവരുണ്ടാകുവാനിടയാകരുത്. ദൂഷണ വാക്കുകൾ ഒന്നും ഉച്ചരിപ്പാനിടയാകരുത്. അധ്യാപകരോട്, സഹപ്രവർത്തകരോട്, അതുപോലെ മേലധികാരികളോട്, ഭവനത്തിലെ മാതാപിതാക്കന്മാരോട്, സഭയിലെയോ പള്ളിയിലെയോ വൈദികന്മാരോട് ആരോടും വ്യാജ മനോഭാവം കാണിക്കാതെ നേരോടെ വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കും. പ്രാർത്ഥന കേൾക്കാൻ സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ സന്ദേശം ശ്രവിച്ചല്ലോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.